ഓക്കെ സോ ഹായ് ഓൾ വെൽക്കം ടു ACB അക്കാഡമി. എല്ലാവർക്കും ACB അക്കാഡമി പുതിയൊരു സെക്ഷനിലേക്ക് സ്വാഗതം. സോ നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ ക്ലാസ് അല്ലേ, നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ എക്സാംസ് ഒക്കെ ഇങ്ങനെ അടുത്ത് വരികയാണ്. സോ എല്ലാവരും നമ്മളെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസിംഗ് ഒക്കെ എല്ലാവരും തുടങ്ങി കാണും അല്ലെ. എല്ലാവരും ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ടും അതിലെ ക്വസ്റ്റ്യൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്ത് നോക്കാനായിട്ട് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനിയും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായി, നമ്മൾ വെറുതെ പഠിച്ചു പോകാന്നുള്ളതല്ല, നമ്മൾ ക്വസ്റ്റ്യൻസും കൂടി എന്താണ് പ്രാക്ടീസ് ചെയ്ത് വർക്ക് ചെയ്ത് നോക്കേണ്ട ഒരു ടൈമൊക്കെ ആയിട്ടുണ്ട് അല്ലേ. സോ ഇനി അതിനകത്ത് ഓരോ കുഴപ്പമില്ല. അതുമായിട്ട് ബന്ധപ്പെട്ടില്ല, നമ്മൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ മെയിനായിട്ട് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ് ഓരോ സെക്ഷനിലെയും ഗ്രൂപ്പ് ഡി ഓറിയന്റഡ് ആയിട്ട് നമുക്ക് PYQs എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം അല്ലെ. നമുക്ക് അത് മാത്രം പഠിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ എന്താണ്, ഏതൊക്കെ ഫോർമാറ്റിലാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ടൊന്ന് പഠിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോവാണ്, നെക്സ്റ്റ് ക്ലാസ് തൊട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോവാണ്. സോ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് ഇതുപോലത്തെ വീഡിയോസ് വരും. അതുകൊണ്ട് ഇന്ന് നമ്മൾ എന്താണ്, നമ്മുടെ എക്കണോമിക്സിൽ നമുക്കറിയാലോ, എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ കഴിഞ്ഞ വിത്ത് സോഴ്സ് നമുക്ക് പ്രീവിയസ് ഗ്രൂപ്പ് ഡി എക്സാംസിന് വന്ന ഇമ്പോർട്ടൻ്റ് ഉള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്, ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ, ഇന്നോട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇനിയും നിങ്ങൾ PYQs വെച്ച് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല, ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വളരെ ലേറ്റ് ആണ്. നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യേണ്ട ടൈമായിട്ടുണ്ട്. വെറുതെ പഠിച്ചു പോകുന്നുള്ള മാത്രമല്ല, നമുക്ക് ഏതൊക്കെ ഫോർമാറ്റിൽ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നു, എങ്ങനെയൊക്കെ നമുക്കത് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും, എല്ലാം നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്, അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പൊ ഇനി മുതൽ അതിനകത്ത് യാതൊരു ഉഴപ്പുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാനായിട്ട് പാടില്ല. കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, അത് വായിച്ച് പ്രാക്ടീസ് ചെയ്ത് പോയിരിക്കണം. സോ ഇന്ന് നമ്മൾ എക്കണോമിക്സിൽ നമ്മുടെ പ്രീവിയസ് എക്സാംസിനെല്ലാം വന്നിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് വന്നത്. ഫസ്റ്റ് വൺ നോക്കാമല്ലോ, 1 by 1 നോക്കാം. ഓക്കെ, സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ വേരിയബിൾ കോസ്റ്റ് ഫോർ എ ഫേം. ഒരു ഫേമിന്റെ വേരിയബിൾ കോസ്റ്റ് അല്ലാത്തത് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ വേരിയബിൾ കോസ്റ്റ്. അപ്പൊ നമുക്കറിയാലോ, നമുക്ക് വേരിയബിൾ കോസ്റ്റും ഉണ്ട്. ഓക്കെ, വേരിയബിൾ കോസ്റ്റും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്തും വരും, വി ഓൾസോ ഹാവ് ഫിക്സഡ് കോസ്റ്റ്. നമുക്ക് ഫിക്സഡ് കോസ്റ്റും വരും അല്ലെ, ഫിക്സഡ് കോസ്റ്റും വരും. എന്താണ് ഈ വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും? അതായത് പ്രൊഡക്ഷൻ മാറുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ പ്രൊഡക്ഷനിൽ ഉണ്ടാകുന്ന ചേഞ്ചിനനുസരിച്ച്, അല്ലെങ്കിൽ അതിന്റെ സപ്ലൈയിൽ ഉണ്ടാകുന്ന ഡിസ്ട്രിബ്യൂഷനിൽ സെയിൽസിൽ ഉണ്ടാകുന്ന ചേഞ്ചിനനുസരിച്ച് വാല്യൂവിൽ ചേഞ്ചസ് ഉണ്ടാകുന്ന കോസ്റ്റുകളെ നമ്മൾ എന്തെന്ന് പറയും, നമ്മൾ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയും. പക്ഷെ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, പ്രൊഡക്ഷൻ എത്രത്തോളം കൂടിയാലും കുറഞ്ഞാലും, അല്ലെങ്കിൽ എന്താണ് പ്രൊഡക്ഷനും സെയിൽസും ഒക്കെ എത്ര കൂടി കുറഞ്ഞു എന്ന് പറഞ്ഞാലും, ആ ഒരു ഫാക്ടറിന് വേണ്ടി അവിടെ വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും, ഫിക്സഡ് ആയിരിക്കും അല്ലെ. പ്രൊഡക്ഷൻ കൂടിയാലും കുറഞ്ഞാലും അവിടുത്തെ കോസ്റ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും. അതാണ് ഫിക്സഡ് കോസ്റ്റ്. അപ്പൊ വേരിയബിൾ എന്താണ്, രണ്ടും എന്തുമായിട്ട് റിലേറ്റഡ് ആണ്, പ്രൊഡക്ഷനുമായിട്ട് റിലേറ്റഡ് ആണ്. ഗുഡ്സിന്റെ അല്ലെങ്കിൽ സർവീസിന്റെ പ്രൊഡക്ഷനുമായിട്ട് റിലേറ്റഡ് ആണ്. സോ വേരിയബിൾ എന്ന് വെച്ചാൽ പ്രൊഡക്ഷനിൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്തിനും എഫക്ട് ചെയ്യും, വേരിയബിൾ കോസ്റ്റ്, അതിലും ചേഞ്ചസ് ഉണ്ടാകും. അതുകൊണ്ടാണ് വേരിയബിൾ. ഫിക്സഡ് എന്ന് പറയുമ്പോൾ പ്രൊഡക്ഷൻ എങ്ങനെയൊക്കെ മാറി എന്ന് പറഞ്ഞാലും ആ കോസ്റ്റ് എന്താണ്, ഫിക്സഡ് ആണ്, അത് ചേഞ്ച് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ ഇതിൽ ഏതാണ്, നമുക്ക് ആ ഒരു ലോജിക്ക് വെച്ച് 1 by 1 ഓരോന്നായിട്ട് നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് വൺ, ഓപ്ഷൻ എ, കമ്മീഷൻ. കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് സെയിൽസ് നടക്കുമ്പോൾ ഒരു 50 കോടിയുടെ 50 crores ഒരു സെയിൽ നടന്നാൽ നിങ്ങൾ കൊടുക്കേണ്ടി വരുന്ന അതേ കമ്മീഷൻ ആയിരിക്കും 100 കോടിയുടെ ഒരു സെയിൽ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഒരു ട്രാൻസ്ഫർ നടന്നാൽ കൊടുക്കേണ്ടി വരിക? അല്ല. ഓഫ് കോഴ്സ് നമ്മൾ എത്ര കൂടുതൽ പ്രൊഡക്ഷൻ അവിടെ നടത്തുന്നോ അത്രയും കൂടുതൽ കമ്മീഷൻ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കൊടുക്കേണ്ടി വരും. സോ പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ച് എന്ത് ചേഞ്ച് ചെയ്യുന്നുണ്ട്, കമ്മീഷൻ ചേഞ്ച് ചെയ്യുന്നില്ലേ. സോ കമ്മീഷൻ നമുക്ക് പറ്റുമോ, ഇല്ല. കമ്മീഷൻ എന്ത് തന്നെയാണ്, ഒരു വേരിയബിൾ കോസ്റ്റ് തന്നെയാണ് അല്ലെ. അപ്പൊ ഇതിനകത്ത് വിച്ച് ഈസ് നോട്ട് എ വേരിയബിൾ കോസ്റ്റ് എന്നാണ് വന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ എന്താണ്, വിച്ച് ഈസ് നോട്ട് എ വേരിയബിൾ കോസ്റ്റ്. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഏതാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് കണ്ടുപിടിച്ചാലും മതി. ഏതാണ് വേരിയബിൾ കോസ്റ്റ് എന്ന്, ഏതല്ലാണ് വേരിയബിൾ കോസ്റ്റ് അല്ലാത്തതെന്ന് ചോദിച്ചാൽ നമ്മൾ ഇതിനകത്ത് ഏതാണ് ഫിക്സഡ് കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി, കണ്ടുപിടിച്ചാൽ മതി അല്ലെ. 3 വേരിയബിൾ ആയിരിക്കും, ഒരെണ്ണം എന്തായിരിക്കും, വേരിയബിൾ അല്ല, വിച്ച് മീൻസ് എന്തായിരിക്കും, ഫിക്സഡ് ആയിരിക്കും. അപ്പൊ ഇതിൽ ഏതാണ് ഫിക്സഡ് കോസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഫിക്സഡ് കോസ്റ്റ് എന്ന് ചോദിച്ചാലും സെയിം ആൻസർ നമുക്ക് എഴുതാം അല്ലെ. സോ ഒന്ന് കമ്മീഷൻ. കമ്മീഷൻ നമുക്ക് വേരിയബിൾ ആണോ, ആണ്. കാരണം പ്രൊഡക്ഷൻ കൂടുന്നതനുസരിച്ച് അവിടെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന കമ്മീഷന്റെ കേസിലും ചേഞ്ചസ് ഉണ്ടാകത്തില്ലേ. സോ കമ്മീഷൻ എന്താണ്, വേരിയബിൾ തന്നെയാണ്. കമ്മീഷൻ ഈസ് എ വേരിയബിൾ കോസ്റ്റ്. കമ്മീഷൻ വേരിയബിൾ ആണ്. ദെൻ നമുക്ക് വരുന്നത് ലേബർ. ലേബറിന്റെ കേസിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ലേബർ കോസ്റ്റ്. നിങ്ങളിപ്പോ പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ച്, നിങ്ങളിപ്പോ തൽക്കാലം നിങ്ങൾ ആലോചിക്കുക, ഒരു 50 യൂണിറ്റ്സ് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, ഒരു 50 യൂണിറ്റ്സ് ഈ പറയുന്നോട്ട് നിങ്ങൾക്ക് ഇപ്പൊ എന്താണ്, ജസ്റ്റ് നമുക്ക് ഒരു ഫുഡ് പാക്കറ്റ് എടുക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ചിപ്സ്, ഓക്കെ, നമുക്ക് എല്ലാവർക്കും അതിന് പൊട്ടറ്റോ ചിപ്സ്, അവിടെ ഒരു 50 യൂണിറ്റ്സ് നടക്കേണ്ട 50 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ആ 50 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അത്രയും ലേബറേഴ്സിനെ തന്നെ മതിയോ നമുക്ക് 100 യൂണിറ്റ്സ് പ്രൊഡക്ഷൻ നടത്താൻ? മതിയോ? ഒരു 50 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അത്രയും ലേബറേഴ്സിനെ, അത്രയും തൊഴിലാളികളെ കൊണ്ട് നമുക്കൊരു 100 യൂണിറ്റ്സ് പ്രൊഡക്ഷൻ നടത്താനായിട്ട് പറ്റുമോ? ഇല്ല. ഓഫ് കോഴ്സ് പ്രൊഡക്ഷൻ കൂടുമ്പോൾ അതിനനുസരിച്ച് പ്രൊഡക്ഷൻ കൂടണം എന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, തൊഴിലാളികളുടെ എണ്ണം കൂട്ടണ്ടേ. തൊഴിലാളികളുടെ എണ്ണം കൂട്ടുമ്പോൾ അവിടെ കൊടുക്കേണ്ട കോസ്റ്റ് സെയിം ആണോ? അല്ല. ലേബർ കൂടുന്നതിനനുസരിച്ച് കോസ്റ്റ് എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും, ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ലേബർ ഫിക്സഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ലേബർ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഒന്നും ചേഞ്ച് ആയാലും പ്രൊഡക്ഷൻ കൂടണമെങ്കിൽ അവിടെ എന്ത് കൂടിയിരിക്കണം, ലേബർ കൂടിയിരിക്കണം. സോ ലേബറും എന്താണ്, വേരിയബിൾ കോസ്റ്റ് അല്ലേ, വേരിയബിൾ അല്ലേ.
ഇനി പ്രോപ്പർട്ടി ടാക്സ്. ഓക്കെ, പ്രോപ്പർട്ടി ടാക്സിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചേക്കുക, നിങ്ങൾക്ക് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു ബിൽഡിംഗ്, നിങ്ങൾ റെന്റിന് ഒരു ബിൽഡിംഗ് എടുത്തിട്ടാണ് നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുന്നത്, നിങ്ങൾ റെന്റിന് ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ എന്താണ് ഒരു പ്രോപ്പർട്ടി, ഒരു റെന്റ് അല്ല, ഒരു പ്രോപ്പർട്ടി, ഒരു പ്രോപ്പർട്ടിക്ക്, ഒരു വസ്തുവിന് നിങ്ങൾ കൊടുക്കേണ്ടി വരുന്ന ഒരു ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രോപ്പർട്ടിക്ക് നിങ്ങൾ കൊടുക്കേണ്ടി വരുന്ന ഒരു ടാക്സ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ ആ സാധനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന പ്രൊഡക്ഷന്റെ ഇരട്ടിയായി എന്നിരിക്കട്ടെ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രൊഡക്ഷൻ, ആ ടാക്സിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടോ? അതായത് നിങ്ങളുടെ പ്രൊഡക്ഷൻ കൂടിയോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ആ പ്രോപ്പർട്ടിക്ക് കൊടുക്കുന്ന ടാക്സിനെ ഡിറ്റർമിൻ ചെയ്യുന്ന കാര്യമാണോ? അല്ല. നിങ്ങളിപ്പോൾ വീട് വെക്കുമ്പോഴത്തേക്ക് അറിയില്ല, സ്ക്വയർ ഫീറ്റ് മാറുന്നതിനനുസരിച്ച് മാറും. നിങ്ങൾ ആ വ്യക്തിഗത ടൈമിൽ ആ ബിൽഡിംഗ് എത്ര ഉണ്ടായിരുന്നു, ആ പ്രൊഡക്റ്റ് നിങ്ങൾ വെച്ചിരിക്കുന്ന ആ പ്രോപ്പർട്ടിയുടെ വാല്യൂ എത്രയാണെന്നുള്ളത് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അവിടുത്തെ ടാക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളൂ. അല്ല പ്രൊഡക്ഷൻ കൂടുന്നോ കുറയുന്നോ എന്നുള്ളത് ആ പ്രോപ്പർട്ടിയിൽ നിങ്ങൾ ഒരു വലിയ കമ്പനി വെച്ചാലും ചെറിയ കമ്പനി വെച്ചാലും കൊടുക്കേണ്ട ടാക്സ് എന്താണ്, സെയിം ആണ്. പ്രോപ്പർട്ടി ടാക്സ് സെയിം ആണ്. അവിടെ പ്രൊഡക്ഷൻ കൂടിയോ ഇല്ലയോ എന്നുള്ളത് മാറ്റർ അല്ല, അല്ലേ? പ്രോപ്പർട്ടി ടാക്സ് നിങ്ങൾ ഒരു പ്രോപ്പർട്ടിയിൽ ഒരു പ്രൊഡക്ഷൻ അവിടെ നടത്തുമ്പോൾ ആ പ്രോപ്പർട്ടിയുടെ വാല്യൂ അനുസരിച്ചാണ് ടാക്സ് മാറുന്നത്, അല്ലേ? ആ പ്രോപ്പർട്ടിയുടെ വാല്യൂ എന്താണോ അത് നിങ്ങൾ അനുസരിച്ചുള്ള ടാക്സ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കൊടുത്താൽ മതി. അവിടെ പ്രൊഡക്ഷൻ കൂടി, നിങ്ങൾ അത്രയും നേരം ഉണ്ടാകേണ്ടി പ്രൊഡക്ഷൻ കൂടി എന്ന് വെച്ചാൽ പ്രോപ്പർട്ടിക്ക് നിങ്ങൾ കൊടുക്കേണ്ടി വരുന്ന ടാക്സ് എന്ത് ചെയ്യുന്നില്ല, അവിടെ ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ പ്രോപ്പർട്ടി ഒരു ഫിക്സഡ് ആണ്, നമുക്ക് തൽക്കാലം ആലോചിക്കാം, അല്ലേ? അത് കൺഫേം ചെയ്യണോ? സോ സി എത്തിയപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടി. എന്നാലും ഒന്ന് കൺഫേം ചെയ്യാം. പാക്കിംഗ് ഫിക്സഡ് ആണോ വേരിയബിൾ ആണോ? നിങ്ങളൊരു 50 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പം എന്താണ്, ആ 50 യൂണിറ്റിന്റെ പാക്കിംഗ് നടത്തിയാൽ മതി. തിരിച്ച് 100 യൂണിറ്റ് ആണ് പ്രൊഡക്ഷൻ നടക്കുന്നതെങ്കിൽ അവിടെ എന്താണ്, കൂടുതൽ ഐറ്റംസ് ആ 100 യൂണിറ്റും പാക്ക് ചെയ്യണം. അപ്പൊ പ്രൊഡക്ഷൻ കൂടുമ്പോൾ പാക്കിംഗ് കോസ്റ്റ് കൂടുമല്ലേ? പ്രൊഡക്ഷൻ കൂടുമ്പോൾ എന്താണ്, പാക്കിംഗ് കോസ്റ്റ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ എത്ര പാക്ക് ചെയ്യുന്നു അതിനനുസരിച്ച് പാക്കിംഗ് കോസ്റ്റ് എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും, പ്രൊഡക്ഷൻ കൂടുമ്പോൾ കൂടിക്കൊണ്ടേയിരിക്കും. സോ പാക്കിങ്ങും എന്താണ്, വേരിയബിൾ ആണ്. പ്രോപ്പർട്ടി മാത്രമേ ഉള്ളൂ എന്ത്, ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ പ്രോപ്പർട്ടി മാത്രമാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന്. പ്രോപ്പർട്ടി ടാക്സ് വേറെ എന്തൊക്കെ നിങ്ങൾക്ക് ഫിക്സഡിൽ പറയാം? പ്രോപ്പർട്ടി ടാക്സ് പോലെ നിങ്ങൾ പറഞ്ഞാൽ ഈ പറയുന്നത് എന്താണ്, പ്രൊഡക്ഷൻ മാറുന്നതിനനുസരിച്ച് എന്താണ് ചേഞ്ച് ചെയ്യാത്തത്, റെന്റ്. നിങ്ങൾ ഈ പറയുന്ന റെന്റ്, ഓക്കെ, നിങ്ങളിപ്പോൾ ഒരു ബിൽഡിംഗ് എടുത്ത് റെന്റ് എടുക്കുമ്പോൾ അത് എന്ത് ചെയ്യുമായിരിക്കും, വാല്യൂ ചേഞ്ച് ചെയ്യുമായിരിക്കും. പക്ഷെ ഇത് പ്രൊഡക്ഷൻ കൂടുന്നോ കുറയുന്നുള്ള അനുസരിച്ചാണോ? ആ പ്രോപ്പർട്ടി നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ റെന്റ് എടുക്കുന്ന ബിൽഡിങ്ങിന്റെ അത് നിൽക്കുന്ന സ്ഥലത്ത് പുതിയ എന്തെങ്കിലും വികസനം വന്നാൽ ചിലപ്പോൾ അതിന് റെന്റ് കൂട്ടും. ചിലപ്പോൾ കൂടുതൽ വർഷമായി അല്ലെങ്കിൽ നിങ്ങൾ കുറെ നാൾ കണ്ടിന്യൂസ് വയ്ക്കുമ്പോൾ ഒരു 3-4 വർഷം കഴിയുമ്പോൾ റെന്റ് കൂട്ടും. അല്ല അവരിപ്പം കൂടുതൽ പ്രൊഡക്ഷൻ നടത്തുന്നുണ്ട് അതുകൊണ്ട് റെന്റ് കൂട്ടാം എന്ന് പറയാൻ പറ്റുമോ? അത് റെന്റിനെ ബാധിക്കുന്ന കാര്യമല്ല, അല്ലെ? റെന്റ് എന്തല്ല, പ്രൊഡക്ഷൻ മാറുന്നതിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്ന ഒരു ഫാക്ടർ അല്ല. അതുപോലെ ഇൻഷുറൻസ് എന്താണ്, ഒരു ഫിക്സഡ് ടാക്സ് അല്ല, ഫിക്സഡ് കോസ്റ്റ് ആണ്. ഇൻഷുറൻസ് എന്താണ്, ഒരു ഫിക്സഡ് കോസ്റ്റ് അല്ലേ? കാര്യം എന്താണ്, ഇൻഷുറൻസ് നിങ്ങളിപ്പോൾ ചെറിയ ബിസിനസ് ആണെങ്കിലും വലിയ ബിസിനസ് ആണെങ്കിലും നിങ്ങൾ എടുത്തിരിക്കുന്ന ഇൻഷുറൻസ് എമൗണ്ട് എത്രയാണോ അതിനനുസരിച്ചുള്ള ഒരു പ്രീമിയം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പേ ചെയ്താൽ പോരെ. അതവിടെ ചേഞ്ച് ആകുന്നുണ്ടോ? ഇല്ല. അത് പ്രൊഡക്ഷൻ അനുസരിച്ചല്ല, നിങ്ങൾ എടുത്തിരിക്കുന്ന ഇൻഷുറൻസ് എമൗണ്ട് എത്രയാണോ അതിനനുസരിച്ചുള്ള പ്രീമിയം. അത് ചെറിയ കമ്പനി അല്ലെങ്കിൽ വലിയ പ്രൊഡക്ഷൻ ചേഞ്ച് ചെയ്യുന്ന അവിടെ മാറ്റർ അല്ല. പ്രൊഡക്ഷൻ കൂടിയാലും കുറഞ്ഞാലും അവർക്ക് നമ്മൾ കൊടുക്കേണ്ട പ്രീമിയം എത്രയാണോ അത് ഫിക്സഡ് ആയിട്ട് കൊടുത്താൽ മതി. അത് പിന്നെ കൂടത്തും കുറയത്തൊന്നുമില്ല, അല്ലേ? സോ ഇൻഷുറൻസ്, റെന്റ്, അതുപോലെ നമ്മുടെ എന്താണ് പ്രോപ്പർട്ടി ടാക്സ്, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾസ് ആണ്? ഈ പറഞ്ഞ പോലെ ഫിക്സഡ് കോസ്റ്റിന് എക്സാമ്പിൾസ് ആണ്. ഫിക്സഡ് കോസ്റ്റിന് എക്സാമ്പിൾസ് ആണ്. ക്ലിയർ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? സോ അത് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാലോ. സോ ആൻസർ എന്താണ്, പ്രോപ്പർട്ടി ടാക്സ് ആണ് ഇതിൽ വേരിയബിൾ അല്ലാത്തത്, വിച്ച് മീൻസ് പ്രോപ്പർട്ടി ടാക്സ് ആണ് ഇതിൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത നമുക്ക് പോകാം. മാർജിനൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. മാർജിനൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് റിലേറ്റഡ് ടു ദ ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ഡാഷ് അഡീഷണൽ യൂണിറ്റ്സ്. എത്ര അഡീഷണൽ യൂണിറ്റ്സ് നിർമ്മിക്കുന്നതിനുള്ള, അല്ലെങ്കിൽ എന്താണ് നമ്മൾ എത്ര അഡീഷണൽ യൂണിറ്റ്സ് അല്ലെങ്കിൽ എത്ര യൂണിറ്റ്സ് അഡീഷണൽ ആയിട്ട് നിർമ്മിക്കുമ്പോൾ ആ ടോട്ടൽ കോസ്റ്റ് ഉണ്ടാകുന്ന ചേഞ്ചിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, മാർജിനൽ കോസ്റ്റ് എന്ന് പറയാ. 1 യൂണിറ്റ് എക്സ്ട്രാ നിർമ്മിക്കുമ്പോഴാണോ, 2 യൂണിറ്റ് എക്സ്ട്രാ നിർമ്മിക്കുമ്പോഴാണോ, അതോ 4 or is it 3? നമ്മൾ എത്ര യൂണിറ്റ്സ് അഡീഷണൽ ആയിട്ട് എത്ര അഡീഷണൽ യൂണിറ്റ്സ് നിർമ്മിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ചേഞ്ച് ആണ് മാർജിനൽ കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ് ഉണ്ടാകുന്ന ചേഞ്ച്. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ നിങ്ങൾ ഇപ്പൊ അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനം. ഈ ഒരു മാർജിനൽ കോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളൊരു 100 യൂണിറ്റ്സ് ആണ് പ്രൊഡക്ഷൻ. 100 യൂണിറ്റ്സ് ആണ് പ്രൊഡക്ഷൻ എന്നുള്ളത്. ഈ 100 എന്നുള്ളത് 101 ആയപ്പോൾ അവിടുത്തെ ടോട്ടൽ കോസ്റ്റിൽ എത്ര ചേഞ്ച് ഉണ്ടായി എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്നത് പോലെ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ കോസ്റ്റ് എത്ര കൂടി, നിങ്ങൾ 100 എന്നുള്ളത് 101 പ്രൊഡക്ട്സ് ആയപ്പോഴത്തേക്ക് അവിടെ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ ഉണ്ടായ ചേഞ്ച് എത്രയാണ്, ഇതാണ് എന്തെന്ന് പറയുന്നത്, മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് 1 യൂണിറ്റ് നമ്മൾ അഡീഷണൽ യൂണിറ്റ് നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞല്ലോ. ഇപ്പൊ 100 യൂണിറ്റ് പ്രൊഡക്ഷൻ നിങ്ങൾ ഇപ്പൊ ഒരു 100 പാക്കറ്റ് എന്താണ് 100 പാക്കറ്റ് ചിപ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. 100 പാക്കറ്റ് ചിപ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ 100 എന്നുള്ളത് 101 ആകുമ്പോഴത്തേക്ക് 101 പ്രൊഡക്ട്സ് ആകുമ്പോഴത്തേക്ക് അവിടെ ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റിലുണ്ടായ ചേഞ്ച് എത്രയാണ്, അതിനെ നമുക്ക് എന്തെന്ന് പറയാം, മാർജിനൽ
കോസ്റ്റ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. മാർജിനൽ കോസ്റ്റ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. സോ ക്വാണ്ടിറ്റിയിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ അവിടെ എത്ര ഉണ്ടാകുന്നു? ടോട്ടൽ പ്രൊഡക്ഷനിൽ എത്ര ചേഞ്ച് ഉണ്ടാകുന്നു? ക്വാണ്ടിറ്റിയിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റിൽ എത്ര ചേഞ്ച് ഉണ്ടാകുന്നു? അതാണ് എന്തെന്ന് പറയുന്നത്? മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സെറ്റാണോ? സെറ്റാണ്. ഈ 100 എന്നുള്ളത് എന്താണ്? നമ്മൾ ഈ പറഞ്ഞിട്ട് 100, 101 എടുത്തോ, ഒറ്റയുണ്ട്. ഇപ്പൊ 102. നിങ്ങളിപ്പോ എങ്ങനെ മാർജിനൽ കോസ്റ്റ് കണ്ടുപിടിക്കാം? മാർജിനൽ കോസ്റ്റ് നിങ്ങൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താണ്? ടോട്ടൽ ചേഞ്ച് എടുക്കുക. എന്താണ്? ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ്. ആ ടോട്ടൽ കോസ്റ്റിലുണ്ടായ ചേഞ്ച് എത്രയാണെന്നും ആ ടോട്ടൽ കോസ്റ്റിൽ ചേഞ്ച് ഉണ്ടാകാൻ കാരണമായിട്ടുള്ള ക്വാണ്ടിറ്റിയിലെ ചേഞ്ച് എത്രയാണെന്നും ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി. സോ നമ്മൾ ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്യുമ്പോൾ ആ ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റിലുണ്ടായ ചേഞ്ചും ആ ക്വാണ്ടിറ്റിയിലുണ്ടായ ചേഞ്ചും എത്രയാണെന്നുള്ളതിന്റെ റിലേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? മാർജിനൽ കോസ്റ്റ്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1 യൂണിറ്റ് കൂടിയപ്പോൾ കോസ്റ്റിലുണ്ടായ ചേഞ്ച് എത്രയാണെന്നുള്ളത് കിട്ടും. 1 യൂണിറ്റ് ഉണ്ടായപ്പോൾ, അല്ലെ? 1 യൂണിറ്റ് ഉണ്ടായപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ 5 എണ്ണം തന്നാലും നമുക്ക് ചെയ്യാം. ഇപ്പൊ 5 യൂണിറ്റ് ആണ് കൂടിയെന്നിരിക്കട്ടെ, നമുക്ക് മാർജിനൽ കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ 5 യൂണിറ്റ് പ്രൊഡക്ഷൻ കൂട്ടിയപ്പോൾ ടോട്ടൽ കോസ്റ്റ് എത്ര കൂടി? അതിനെ ചേഞ്ച് എത്രയാണ്? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമ്മൾ നോർമലി ചെയ്യുന്ന പരിപാടി തന്നെ. അപ്പൊ നമുക്ക് 1 യൂണിറ്റ് എത്രയാണെന്നുള്ളത് കിട്ടിയില്ലേ? അപ്പൊ അതാണ് എന്തെന്ന് പറയുന്നത്? മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. സോ ആൻസർ ഈസ് 1. നമ്മൾ ഒരു അഡീഷണൽ യൂണിറ്റ് എന്താണ്? 1 യൂണിറ്റ് അഡീഷണൽ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റിൽ ഉണ്ടാകുന്ന ചേഞ്ച് എത്രയാണ്? അതാണ് എന്തെന്ന് പറയുന്നത്? മാർജിനൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഇക്വേഷൻ. ഓർത്തിരിക്കാമല്ലോ? ഇക്വേഷൻ ഓർത്തിരിക്കുക. ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി. ക്വാണ്ടിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ചും അതുപോലെ ആ ടോട്ടൽ കോസ്റ്റ് ഉണ്ടായ ചേഞ്ചും നമ്മൾ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് മാർജിനൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എത്രയാണെന്നുള്ളത് കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. ഓക്കെ. സോ അടുത്ത നമുക്ക് വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ. ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഓഫ് എ ഫേം. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഓഫ് എ ഫേം ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ഇൻപുട്സ് യൂസ്ഡ് ആൻഡ്, അല്ലേ? ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയാലോ. നമുക്കൊരു പ്രൊഡക്ഷന്റെ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷന്റെ എഫിഷ്യൻസി മെഷർ ചെയ്യാനുള്ള ടൂളാണ് എന്തെന്ന് പറയുന്നത്, അല്ലെ? നമ്മുടെ ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, നമ്മൾ നടക്കുന്ന ഒരു പ്രൊഡക്ഷൻ ആക്ടിവിറ്റി എത്രത്തോളം എഫിഷ്യന്റ് ആണ് എന്നുള്ളതിനെ മെഷർ ചെയ്യാനുള്ള ഒരു ടൂളാണ് എന്തെന്ന് പറയുന്നത്? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, അല്ലെ? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണ്? ഇത് എന്തൊക്കെ തമ്മിലുള്ള റിലേഷൻ ആണ്? ഒരെണ്ണം ഓൾറെഡി തന്നിട്ടുണ്ട്, ഇൻപുട്സ് യൂസ്ഡ്, അല്ലെ? നമ്മൾ പ്രൊഡക്ഷനിൽ യൂസ് ചെയ്യുന്ന ഇൻപുട്സും അതിന്റെ കൂടെ ബാക്കി എന്തുമായിട്ടുള്ള റിലേഷൻ ആണ്? ഓപ്ഷൻ എ, ക്വാണ്ടിറ്റി ഓഫ് ഇൻപുട്സ്. ഇൻപുട്സിന്റെ ക്വാണ്ടിറ്റി ആയിട്ടുള്ള റിലേഷൻ ആണോ? ഇൻപുട്സുമായിട്ടുള്ള റിലേഷൻ ആണോ? അതോ ഇസ് ഇറ്റ് ദ ക്വാളിറ്റി ഓഫ് ഇൻപുട്സ്, ഇൻപുട്സിന്റെ ക്വാളിറ്റിയുമായിട്ടുള്ള റിലേഷൻ ആണോ? ഓർ ഇസ് ഇറ്റ് ദ ഔട്ട്പുട്സ്, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്സുമായിട്ടുള്ള റിലേഷൻ ആണോ? ഓർ ദ പ്രൈസ് ഓഫ് ഇൻപുട്സ്, ഇൻപുട്സിന്റെ പ്രൈസുമായിട്ടുള്ള റിലേഷൻ ആണോ? സോ നമ്മൾ പറഞ്ഞല്ലോ, എഫിഷ്യൻസി ആണ്. നമ്മളൊരു പ്രൊഡക്ഷൻ ആക്ടിവിറ്റിയുടെ എഫിഷ്യൻസി മെഷർ ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്ന ടൂള് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലേ? അപ്പൊ നമ്മൾ ഒന്ന് സിമ്പിൾ ലോജിക്ക് ആലോചിച്ച് നോക്കുക. നമുക്കൊരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് എഫക്റ്റീവ് ആണ് എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അതായത് നിങ്ങളൊരു 50,000 മുടക്കിയിട്ട് 25,000 രൂപയാണ് തിരിച്ച് കിട്ടുന്നുണ്ടെങ്കിൽ ആ ബിസിനസ് എഫക്റ്റീവ് ആണ് എന്ന് നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റുമോ? ഇല്ല. ഇനി 50,000 നിങ്ങൾ മുടക്കി 50,000 ഇൻവെസ്റ്റ് ചെയ്തു, 50,000 തന്നെ തിരിച്ച് കിട്ടിയെന്നുണ്ടെങ്കിൽ അതും ഇൻവെസ്റ്റ്മെന്റ് ആണ്, അത് ഒരു എഫിഷ്യന്റ് ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാര്യം നിങ്ങൾ 50,000 കയ്യിലുണ്ട്, വെറുതെ ഇരുന്നെങ്കിൽ 50,000 കയ്യിൽ തന്നെ തന്നേനെ. നിങ്ങൾ ഈ 50,000 ഇട്ടിട്ട് അത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ഇത്രയും എഫർട്ട് എല്ലാം ഇട്ടതിന് ശേഷം വീണ്ടും 50,000 തന്നെ കിട്ടിയാൽ അത് പ്രോഫിറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. സോ നിങ്ങൾ ഇൻപുട്സ് എത്ര കൊടുക്കുന്നോ അത്ര തന്നെ നമുക്ക് തിരിച്ച് എന്ത് കിട്ടണം? ഔട്ട്പുട്ടും കിട്ടണം. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എത്രയാണോ അത്രയും റിസൾട്ട് തിരിച്ചു കിട്ടണം. നമ്മൾ അതിലേക്ക് കൊടുക്കുന്നത് എന്താണോ അതിൽ കൂടുതൽ തിരിച്ചു കിട്ടണം, അല്ലെ? നമ്മൾ എത്ര ഇൻപുട്സ് കൊടുക്കുന്നോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്സ് നമുക്ക് എന്ത് ചെയ്യണം? തിരിച്ചു കിട്ടണം. അതാണ് എന്തെന്ന് പറയുന്നത്? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അത് തന്നെയാണ് ബിസിനസ് എന്ന് പറയുന്നത്, അല്ലേ? സോ എന്തൊക്കെ തമ്മിലുള്ള റിലേഷൻ ആയിരിക്കും? ഇറ്റ്സ് എ റിലേഷൻ ബിറ്റ്വീൻ ഇൻപുട്സ് യൂസ്ഡ് ആൻഡ് ഔട്ട്പുട്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഫേം. നമ്മൾ എത്ര ഇൻപുട്സ് എന്ന് പറയുമ്പോൾ എല്ലാം വരും. നമ്മളതിലേക്ക് യൂസ് ചെയ്യുന്ന മെഷീൻ, ലേബർ, നമ്മളവിടെ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ, ഇതെല്ലാം എന്താണ്? ഇൻപുട്ടാണ്. നമ്മൾ എന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ നടക്കാൻ ആവശ്യമായിട്ട് നമ്മൾ കൊടുക്കുന്ന ഫാക്ടേഴ്സ് എല്ലാം നമുക്ക് എന്തിനകത്തേക്ക് കൊടുക്കാം? നമുക്ക് ഇൻപുട്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം, അല്ലെ? അവിടുത്തെ ലേബർ, ഇൻവെസ്റ്റ്മെന്റ് എല്ലാം നമുക്ക് പറയാം. മെഷീൻസ്, ടൂൾസ്, ഇതെല്ലാം നമുക്ക് പറയാം. ഔട്ട്പുട്ട്സ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ട്, അവിടെ എത്രത്തോളം പ്രോഡക്ട്സ്, അല്ലെ? നമ്മൾ അവിടെ പറയുന്ന തൊട്ട് പ്രോഫിറ്റ് എന്നുള്ളതല്ല നമ്മൾ കൂടുതലായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആ ഒരു ഇൻപുട്ട് കൊടുക്കുന്ന വഴി എത്രത്തോളം പ്രോഡക്ട്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റി, അല്ലെങ്കിൽ എത്രത്തോളം ഔട്ട്പുട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്? ഔട്ട്പുട്ട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ബേസിക്കലി എന്താണ്? ഈ ഇൻപുട്സും ഔട്ട്പുട്ട്സും തമ്മിലുള്ള ആ ഒരു റിലേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? ഇറ്റ് ഈസ് നോൺ ആസ്
പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ കൊടുക്കുന്ന അത്രയും ഇൻപുട്ട് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് തിരിച്ചു കിട്ടുന്നുണ്ടോ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ലേബർ, ഈ മെഷീൻസ്, റോ മെറ്റീരിയൽസ്, അതിനനുസരിച്ചുള്ള ഒരു ഔട്ട്പുട്ട് അതെല്ലാം നമുക്ക് ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇതാണ് എന്തെന്ന് പറയുന്നത് നമുക്ക് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? യെസ്, ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ ഇതെല്ലാം നിങ്ങളുടെ ഗ്രൂപ്പ് ഡി എക്സാംസിന് പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ അറിയാലോ, ആ ഒരു ക്വസ്റ്റ്യൻ വരിക എന്ന് വെച്ചാൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ മാത്രം കാണാതെ പഠിച്ചുകൊണ്ട് പോകുക എന്നുള്ള എല്ലാ ഓപ്ഷൻസ് എല്ലാം നന്നായിട്ട് വായിക്കാം. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ആ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ അതുമായിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് കിടക്കുന്ന ആ ഏരിയാസ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം അല്ലെ. നിങ്ങൾ ഈ പറഞ്ഞിട്ട് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ പഠിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും പ്രൊഡക്ഷൻ ഫംഗ്ഷൻ മാത്രമാണോ, ആഡോസ് വിത്തിന്റെ ബാക്കി കൺസെപ്റ്റുകൾ, ഡിമാൻഡ്, സപ്ലൈയിലോട്ട് എല്ലാം പോകും. എല്ലാം എന്ത് ചെയ്യേണ്ടി വരും, വായിച്ചു വിടേണ്ടി വരും. കാരണം ആ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം എന്നുള്ളതാണ്. ഇത് തന്നെ വീണ്ടും എടുത്ത് ചോദിക്കണമെന്നാണോ? അല്ല, നമ്മൾ ആ ഒരു ഏരിയ പഠിക്കുമ്പോൾ അതുമായിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ബാക്കി ഏരിയാസ് ഏതൊക്കെയാണോ അതും കൂടെ എന്ത് ചെയ്യുക, പഠിച്ചിരിക്കുക അല്ലെ. അതുമായിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ചിരിക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ ഇൻപുട്സും ഔട്ട്പുട്സും തമ്മിലുള്ള റിലേഷൻ ആണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇൻപുട്സ് ഔട്ട്പുട്സ് ഇത് തമ്മിലുള്ള റിലേഷൻ ആണ് എന്തെന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇൻപുട്സും ഔട്ട്പുട്സും തമ്മിലുള്ള റിലേഷൻ അതാണ് എന്തെന്ന് പറയുന്നത് നമുക്ക് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയാൻ പറ്റുന്നത്. ഈ ഒരു ഐഡിയ ആരാണ്, നമ്മുടെ ആഡം സ്മിത്ത് കൊണ്ടുവന്നിട്ടുള്ള കൺസെപ്റ്റുകളിൽ ഒന്നാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, യെസ്. സോ നെക്സ്റ്റ് നമുക്ക് അടുത്തയിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് അഗ്രഗേറ്റ് ഡിമാൻഡ് ഇൻ ആൻ എക്കണോമി? ഒരു എക്കണോമിയുടെ അഗ്രഗേറ്റ് ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യാത്ത ഫാക്ടർ ഏതാണെന്നുള്ളതാണ്. അഗ്രഗേറ്റ് ഡിമാൻഡ് എന്ന് വെച്ചാൽ എന്താണ്? വാട്ട് ഡു യു മീൻ ബൈ അഗ്രഗേറ്റ് ഡിമാൻഡ്? ഒരു സ്പെസിഫിക് ടൈമിലെ എന്താണ് ആളുകളുടെ അവിടുത്തെ എക്കണോമിയുടെ ഡിമാൻഡിനെ, അവർക്ക് ആവശ്യമുള്ള പ്രൊഡക്ട്സിനെ അല്ലെങ്കിൽ അവരുടെ ഡിമാൻഡ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് അല്ലെ. എല്ലാ കാലത്തെയാണോ? അല്ല, ഒരു സ്പെസിഫിക് ടൈമില്. ഇപ്പൊ നമ്മൾ ഇപ്പോഴത്തെ അഗ്രഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഇപ്പോഴത്തെ ഇന്ത്യൻ എക്കണോമിയിൽ ഇപ്പോ ഇവിടുത്തെ കൺസ്യൂമേഴ്സിന്റെ ഡിമാൻഡ് എന്താണ്, അതാണ് അഗ്രഗേറ്റ് എക്കണോമി എന്ന് പറയുന്നത് അല്ലെ. ഇറ്റ് ഈസ് എ ഡിമാൻഡ് അറ്റ് എ ടൈം, ഡിമാൻഡ് ഓഫ് കൺസ്യൂമേഴ്സ്. It is a demand of consumers at a time. അതായത് നമ്മൾ ഇപ്പോഴത്തെ അഗ്രഗേറ്റ് ഡിമാൻഡ് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്, ഇപ്പോഴത്തെ കൺസ്യൂമേഴ്സിന്റെ ഡിമാൻഡ് എന്താണ്. ഓക്കെ, അത്രേ ഉള്ളൂ. അഗ്രഗേറ്റ് ഡിമാൻഡ് എന്ന് വെച്ചാൽ എന്താണ്, ഇപ്പോഴത്തെ അഗ്രഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഇപ്പോ ഇന്ത്യൻ എക്കണോമിയിലെ കൺസ്യൂമേഴ്സിന്റെ ഡിമാൻഡ് എന്താണ്, അതാണ് എന്തെന്ന് പറയുന്നത് അഗ്രഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് അല്ലേ. ആ ഒരു സ്പെസിഫിക് ടൈമിലെ കൺസ്യൂമേഴ്സിന്റെ ഡിമാൻഡ് എന്താണെന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് അഗ്രഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ അഗ്രഗേറ്റ് ഡിമാൻഡിനെ ഈ പറഞ്ഞിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? അഗ്രഗേറ്റ് ഡിമാൻഡിനെ എന്തൊക്കെയാണ്, അതായത് ഓരോ സമയത്തെയും ആളുകളുടെ ആവശ്യങ്ങൾ, അവരുടെ ഡിമാൻഡ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഞാൻ ജനറൽ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളതെന്ന് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് അത് അതിനകത്ത് ഏതാണ് ഇതിനകത്ത് വരാത്തതെന്നുള്ള പെട്ടെന്ന് കിട്ടുമല്ലോ. ഏതൊക്കെയാണ് ഡിമാൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്? ഒന്ന് തന്നെ കൺസ്യൂമേഴ്സിന്റെ എന്താണ്, അവരുടെ കൺസംഷൻ അല്ലെ. ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് കൺസംഷൻ, അതായത് ആളുകളുടെ കൺസ്യൂമിങ് രീതി. ആളുകൾ ഇപ്പൊ എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് അല്ലെങ്കിൽ അവർക്ക് ഏത് സർവീസ് ആണ് നിലവിൽ ആവശ്യമുള്ളത്, ആ കൺസംഷൻ ആളുകൾ അപ്പോൾ ഫോളോ ചെയ്ത് വരുന്ന ഒരു കൺസംഷൻ പാറ്റേൺ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അല്ലെ. ദെൻ നമുക്ക് എന്താണ് ഇൻവെസ്റ്റ്മെന്റ്. ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് എന്താണോ അതും എന്തിനെ ഏത് ചെയ്യാറുണ്ട്, ഇവിടെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട് അല്ലെ. ഇൻഫ്ലുവൻസ് ആൻഡ് സ്പെൻഡിങ് ഓഫ് ഗവൺമെന്റ് ഓരോ സെക്ടറിലേക്കും സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണ്, അതും അവിടുത്തെ ആളുകളുടെ ഡിമാൻഡിനെ എന്ത് ചെയ്യാറുണ്ട്, അവിടുത്തെ അഗ്രഗേറ്റ് ഡിമാൻഡിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ആൻഡ് നെറ്റ് എക്സ്പോർട്സ്, അവിടുത്തെ മൊത്തം എക്സ്പോർട്ട് നടക്കുന്ന ഒരു കൺട്രിയുടെ എക്സ്പോർട്ട് കൂടുക എന്ന് വെച്ചാൽ എന്താണ്, ഒരു കൺട്രിയുടെ എക്സ്പോർട്ട് കൂടുക എന്ന് വെച്ചാൽ ആ കൺട്രിക്ക് എന്താണ്, ആ കൺട്രിയുടെ ഡിമാൻഡ് കൂടുന്നു അല്ലെങ്കിൽ എന്താണ് അഗ്രഗേറ്റ് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളതാണ് അല്ലെ, സോ വാട്ട് ഈസ് നെറ്റ് എക്സ്പോർട്സ് എന്ന് പറയുന്നത് എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് ജനറൽ ആയിട്ട്. ഓക്കെ, കുറെ ഫാക്ടേഴ്സ് ഉണ്ട്, ബട്ട് ഈ 4 ഫാക്ടേഴ്സ് ആണ് ജനറൽ ആയിട്ട് ഒരു കൺട്രിയുടെ അഗ്രഗേറ്റ് എക്കണോമി എന്ത് ചെയ്യുന്നത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അല്ലെ. സോ ഇവിടെ നിങ്ങൾ ഒന്ന് ഓർത്തിരുന്നേ, എന്തൊക്കെയാണ് ഇതിനകത്ത് എക്സ്പോർട്സ് വരുമോ? യെസ് ഓഫ് കോഴ്സ്. ഒരു കൺട്രിയുടെ എക്സ്പോർട്സ് എന്ത് ചെയ്യാറുണ്ട്, എക്സ്പോർട്സ് കൂടുക എന്നുള്ളത് എന്താണ്, ആ ഒരു കൺട്രിയുടെ എക്കണോമി അഗ്രഗേറ്റ് എന്താണ് അഡ്വാൻസ് ചെയ്യുന്നു എന്നുള്ള മീനിങ് ആണ് അല്ലെ. സോ ഒരു കൺട്രിയുടെ എക്സ്പോർട്സ് കൂടുന്നു കുറയുന്നു അല്ലെങ്കിൽ ഇമ്പോർട്ട്സ് കൂടുന്നു കുറയുന്നു എന്നുള്ളതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പോർട്ട് കൂടുക എന്ന് വെച്ചാൽ ആ കൺട്രിയുടെ എക്കണോമി വീക്ക് ആവുന്നു എന്നുള്ളതാണ് കാര്യം. എക്സ്പോർട്സ് കൂടുക എന്ന് വെച്ചാൽ ഡെവലപ്പ് ചെയ്യുന്നുള്ളതാണ്, ഇവിടുന്ന് കൂടുതൽ സാധനം മറ്റ് കൺട്രീസിലേക്ക് കൊടുക്കുന്നു. ഇമ്പോർട്ട് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങോട്ട് വരുന്നു എന്നുള്ളതാണ്, എക്സ്പോർട്ടിൽ അവിടെ കുറവുണ്ടാവുന്നുള്ളതാണ്. ബട്ട് സ്റ്റിൽ കൂടുന്നു കുറയുന്നുണ്ടെങ്കിൽ രണ്ട് എന്തിനെ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്, ഒരു കൺട്രിയുടെ അഗ്രിഗേറ്റ് ഡിമാൻഡിനെ അത് ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ക്യാപിറ്റൽ ഗുഡ്സ് വരുമോ, ബിക്കോസ് അത് നമ്മൾ എന്തിൽ പറഞ്ഞുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് അല്ലേ.
നമ്മൾ ഇതിന്റെ പ്രൊഡക്ഷനിലേക്ക് നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റിൽ വരുന്ന എല്ലാ ക്യാപിറ്റൽ ഗുഡ്സും, അതായത് നമ്മൾ അവിടെ കൊടുക്കുന്ന മെഷീൻസ്, ടൂൾസ്, ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? ബിൽഡിങ്സ്, ഇതെല്ലാം എന്താണ്? ക്യാപിറ്റൽ ഗുഡ്സിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഇതൊക്കെ നമ്മളൊരു ബിസിനസ്സിൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റ് അല്ലേ? സോ ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ അതുമല്ല. സോ റൈറ്റ് ആൻസർ ഈസ് പോപ്പുലേഷൻ ഗ്രോത്ത്. കാരണം പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താണ്? ഭാവിയിൽ നടക്കുന്ന സാധനമാണ്. നമ്മൾ പറഞ്ഞ ഇപ്പോഴത്തെ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ അവിടെ പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറയുന്ന സാധനമില്ല. പോപ്പുലേഷൻ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളൂ, അല്ലേ? ആ ഒരു ടൈമിലെ പോപ്പുലേഷൻ, ഓക്കെ, നമ്മൾ ആ ടൈമിലെ പോപ്പുലേഷൻ എത്രയാണോ അത് അഗ്രിഗേറ്റ് ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. കാരണം ആ സമയത്ത് അവിടുത്തെ കൺസ്യൂമേഴ്സിന്റെ എണ്ണം എത്രയാണെന്നുള്ളത് ഇതായിരിക്കും. പക്ഷെ പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാവിയിൽ എത്ര പേര് കൂടും എന്നുള്ളതാണ്. അത് ഭാവിയിലെ ഫ്യൂച്ചറിലെ കാര്യമാണ്. ഇവിടെ നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ടോ? അഗ്രഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഫ്യൂച്ചർ ഇല്ല, ഓൺലി പ്രസന്റ്, നിലവിൽ എത്ര ഉണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ പോപ്പുലേഷൻ ഗ്രോത്ത് വരത്തില്ല. പോപ്പുലേഷൻ ആണെങ്കിൽ ഓക്കെ, അത് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യായിരുന്നു. പക്ഷെ പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഭാവിയിൽ കൂടാന്നുള്ളതാണ്. അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. അത് നമ്മൾ എന്ത് ചെയ്യണ്ട? മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? സോ ഓപ്ഷൻ സി പോപ്പുലേഷൻ ഗ്രോത്ത് ആണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ ഫാക്ടേഴ്സും പഠിച്ചിരിക്കുക. അതിൽ നിന്ന് ഒഴിവുള്ള വന്നാൽ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. സോ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതും പഠിച്ചിരിക്കുക കേട്ടോ. Then നമുക്ക് വരുന്നതാണ് ഡാഷ് ഈസ് എ കളക്ഷൻ ഓഫ് ഓൾ ബണ്ടിൽസ് ദാറ്റ് എ കൺസ്യൂമർ ക്യാൻ പർച്ചേസ് ഫ്രം ഹിസ് ഇൻകം അറ്റ് ദ പ്രിവെയിലിംഗ് മാർക്കറ്റ് പ്രൈസസ്. അവിടുത്തെ കറന്റ് മാർക്കറ്റ് പ്രൈസസ് അനുസരിച്ച് ഒരാൾക്ക് അയാളുടെ ബഡ്ജറ്റ് യൂസ് ചെയ്ത്, അല്ലെങ്കിൽ അയാളുടെ ഇൻകം യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളുടെയും ആ ഒരു കളക്ഷൻ, എല്ലാ സാധനങ്ങളുടെയും ലിസ്റ്റിനെ നമ്മൾ എന്തെന്ന് പറയും എന്നുള്ളതാണ്. ഓപ്ഷൻ എ ബഡ്ജറ്റ് സെറ്റ് ആണോ, ഓപ്ഷൻ ബി ബഡ്ജറ്റ് മോഡൽ, ഓപ്ഷൻ സി ബഡ്ജറ്റ് പ്രൈസ് ആൻഡ് ഓപ്ഷൻ ഡി ബഡ്ജറ്റ് ലൈൻ. കൺഫ്യൂഷൻസ് വരാം, കാര്യം അത്ര നമ്മൾ കോമൺ ആയിട്ട് പഠിക്കുന്നതല്ല. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് വന്ന ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയർ ആണ്, നമ്മൾ ലാസ്റ്റ് എക്സാംസിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, ചെറിയ കൺഫ്യൂഷൻ വരും. ബഡ്ജറ്റ് സെറ്റ് ആണോ, ബഡ്ജറ്റ് മോഡൽ ആണോ, ബഡ്ജറ്റ് പ്രൈസ് ആണോ, ഓർ ഈസ് ഇറ്റ് ബഡ്ജറ്റ് ലൈൻ? ഞാൻ കൂടുതൽ അറിയാത്തതുകൊണ്ട് ഡയറക്റ്റ് അതിലേക്ക് ഞാൻ പോകാം. റൈറ്റ് ആൻസർ ഈസ് ബഡ്ജറ്റ് സെറ്റ് ആണ് കേട്ടോ. നമ്മുടെ ബഡ്ജറ്റ് സെറ്റ് ആണെന്നുള്ളത് എന്ത് ചെയ്യുക? ഓർത്തിരിക്കാം. ഇറ്റ് ഈസ് ബഡ്ജറ്റ് സെറ്റ് ആണ് കേട്ടോ. ബഡ്ജറ്റ് സെറ്റ്. ഈ ബഡ്ജറ്റ് മോഡൽ എന്താണെന്നുള്ളത്, എന്തെങ്കിലും മോഡൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ബഡ്ജറ്റ് മോഡൽ എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഒരു ഇൻഡിവിജ്വലിന്റെ, ഒരു കൺസ്യൂമറിന്റെ ടോട്ടൽ ബഡ്ജറ്റിന്റെ ഒരു മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ, അത്രയേ ഉള്ളൂ ബഡ്ജറ്റ് മോഡൽ എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ ജനറൽ ആയിട്ട്, ഈ ബഡ്ജറ്റ് മോഡൽ എന്ന് വെച്ചാൽ എന്താണ്? ജനറൽ ആയിട്ട് നമ്മൾ പറയത്തില്ല എന്റെ ബഡ്ജറ്റ് ഇത്രയാണ് എന്ന് നമ്മൾ പറയത്തില്ല. എന്റെ കയ്യിലുള്ള ബഡ്ജറ്റ് ഇത്രയാണ്. അപ്പൊ നമ്മുടെ കയ്യിലുള്ള ഒരു ഇൻകത്തിന്റെ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഒരു ബഡ്ജറ്റിന്റെ ഒരു മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ, അല്ലെ? ബഡ്ജറ്റ് എത്ര ഉണ്ട് എന്നുള്ള ഒരു റെപ്രസെന്റേഷൻ മാത്രമാണ് എന്തെന്ന് പറയുന്നത്? ബഡ്ജറ്റ് മോഡൽ എന്ന് പറയുന്നത്. അല്ല നമുക്ക് അത് ഉപയോഗിച്ച് എന്തൊക്കെ പർച്ചേസ് ചെയ്യാം, എന്തെല്ലാം സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം എന്നുള്ളതൊന്നും ഏതിനകത്ത് മെൻഷൻ ചെയ്യുന്നില്ല, ബഡ്ജറ്റ് മോഡലിൽ മെൻഷൻ ചെയ്യുന്നില്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. നെക്സ്റ്റ് വരുന്നത് ബഡ്ജറ്റ് പ്രൈസ്. നമ്മൾ പറഞ്ഞല്ലോ ഇവിടെ കളക്ഷൻ ഓഫ് ഓൾ ബണ്ടിൽസ്, നമുക്ക് ആ ഒരു ഇൻകം യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ സെറ്റ്സിന്റെയും, എല്ലാ ഗുഡ്സിന്റെയും ലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് പ്രൈസ് എന്ന് വരുമ്പോൾ ഇറ്റ് ഈസ് ജസ്റ്റ് കണക്റ്റഡ് ടു എ സിംഗിൾ ഗുഡ് ഓർ സർവീസ്, അല്ലേ? ഇവിടെ വരുമ്പോൾ എല്ലാ കണക്കുകളെയും അല്ലെങ്കിൽ എല്ലാ സർവീസസിനെയും പ്രൊഡക്ട്സിനെയും കുറിച്ചല്ല പറയുന്നത്. നമ്മുടെ ബഡ്ജറ്റും ഉണ്ട്, അവിടെ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരെണ്ണം. ഇപ്പൊ നമ്മുടെ കയ്യിൽ എന്താണ്? നമ്മുടെ ഇൻകം എന്ന് പറയുന്നത് എത്രയാണ്? 50,000 ആണ്. നമ്മുടെ ഡിമാൻഡ്, നമുക്ക് ആവശ്യമുള്ള സാധനം എന്ന് പറയുന്നത് ഒരു ലംബോർഗിനി കാർ ആണെന്നുള്ളത് എന്ത് ചെയ്യാം? ഇമാജിൻ ചെയ്യാം. നമുക്ക് ഈ മാസം അല്ലെങ്കിൽ ഒരു 25,000 രൂപ സാലറി വെച്ചിട്ട് ലംബോർഗിനി വാങ്ങുന്നുള്ള പോസിബിൾ ആണോ? അല്ല. അപ്പൊ നമ്മുടെ എന്താണ്? ആ ബഡ്ജറ്റ് പ്രൈസ്, നമ്മുടെ എന്താണ്? ആ ഒരു ബഡ്ജറ്റ് വെച്ചിട്ട് അത് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗുഡ് അല്ല. അങ്ങനെ ഒരു സിംഗിൾ ഗുഡ് അല്ലെങ്കിൽ സർവീസിന്റെ കേസിൽ നമ്മുടെ ബഡ്ജറ്റ് യൂസ് ചെയ്ത് അത് അഫോർഡബിൾ ആണോ, നമ്മുടെ ബഡ്ജറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഇൻകം യൂസ് ചെയ്ത് അഫോർഡബിൾ ആണോ, അതാണ് എന്ത് കൺസെപ്റ്റ് എന്ന് പറയുന്നത്? ബഡ്ജറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഇനി ബഡ്ജറ്റ് ലൈൻ എന്ന് വെച്ചാൽ നിങ്ങൾ ഓർത്തിരിക്കുക, ഈ ബഡ്ജറ്റ് സെറ്റിൽ തന്നെയുള്ള ഒരു കൺസെപ്റ്റ് തന്നെയാണ്. ബഡ്ജറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് സെറ്റിൽ തന്നെ വരുന്ന ഒരു ഡിമാൻഡ് ആണ്. ഇറ്റ് ഈസ് എ ലിമിറ്റ് ഓർ ബൗണ്ടറി ഓഫ് ബഡ്ജറ്റ് സെറ്റ്. നമ്മുടെ എന്താണ് ആ ബഡ്ജറ്റ് സെറ്റ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ബഡ്ജറ്റ് സെറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളുടെ ലിസ്റ്റ്, അല്ലെങ്കിൽ നമ്മുടെ ഇൻകം യൂസ് ചെയ്ത് നമുക്ക് എന്തൊക്കെ പർച്ചേസ് ചെയ്യാന്നുള്ളത്, ആ എത്ര എമൗണ്ട് വരെ ഉള്ള സാധനങ്ങൾ നമുക്ക് നമ്മുടെ ഇൻകം യൂസ് ചെയ്ത് അഫോർഡ് ചെയ്യാം, എത്ര ഇൻകം വരെ എന്നുള്ള ആ ഒരു ബൗണ്ടറി ഉണ്ടല്ലോ ആ സെറ്റിന്. അതായത് അതിന് മുകളിലോട്ടുള്ള സാധനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വാങ്ങാനായിട്ട് പറ്റില്ല. അപ്പൊ ആ ഒരു ലിമിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത്. ആ ബഡ്ജറ്റ് സെറ്റിന്റെ ലിമിറ്റിനെ നമുക്ക് എന്തെന്ന് പറയാം? ബഡ്ജറ്റ് ലൈൻ എന്ന് പറയാം. ബഡ്ജറ്റ് ലൈൻ എന്ന് പറയാം, അല്ലെ? ഇപ്പൊ നമ്മുടെ സാലറി 50,000 വരെയുള്ള സാധനങ്ങൾ നമുക്ക് അഫോർഡബിൾ ആണ്. ആ 50,000 മുകളിലോട്ടുള്ളത് നമുക്ക് പറ്റുമോ? ഇല്ല. സോ ആ 50,000 എന്നുള്ളത് അവിടെ ഒരു ബഡ്ജറ്റ് ലൈനാണ്, അത് ലിമിറ്റ് ആണ്. അതിന് മുകളിലോട്ടുള്ള നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അഫോർഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ക്ലിയർ ആണല്ലോ? അതാണ് ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത് കേട്ടോ. ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത്. ദെൻ നമുക്ക് വരുന്നതാണ് വിച്ച് ഈസ് എ മോസ്റ്റ് കോമൺലി യൂസ്ഡ് മെഷർ ഓഫ് ദ സൈസ് ഓഫ് എക്കണോമി. എക്കണോമിയുടെ സൈസ് മെഷർ ചെയ്യാനായിട്ട്, അല്ലെ? സൈസ് ഓഫ് ദ എക്കണോമി എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്ന കൺസെപ്റ്റ് എന്താണ്? സൈസ് ഓഫ് ദ എക്കണോമി.
സൈസ് ഓഫ് ദ എക്കണോമി എന്ന് പറയുമ്പോൾ നമ്മളവിടെ എന്താണ് നമ്മളവിടെ ഉദ്ദേശിക്കുന്ന കൺസെപ്റ്റ് എന്താണെന്നുള്ളതാണ് ചോദ്യം. സൈസ്. ഒരു എക്കണോമിയുടെ സൈസ് എന്ന് പറയുമ്പോൾ എല്ലാം കൺഫ്യൂസിംഗ് ആണ്. നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, ഗ്രോസ് നെറ്റ് പ്രൊഡക്റ്റ്, GNP, നാഷണൽ നെറ്റ് പ്രൊഡക്റ്റ്, NNP ആൻഡ് GDP ഒക്കെ നമുക്ക് വരുന്നുണ്ട്. ഇവിടെ ഒരെണ്ണം നമുക്ക് തൽക്കാലം ആദ്യം എടുത്ത് കളയാം. GNP എന്ന് വെച്ചാൽ ഗ്രോസ് നെറ്റ് പ്രൊഡക്റ്റ് എന്നാണോ? അല്ല, ഇങ്ങനൊരു ടേം ഇല്ല. ഇറ്റ് ഈസ് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. അത് നിങ്ങളെ വെറുതെ കൺഫ്യൂസിംഗ് ആക്കാൻ വേണ്ടി തരുന്നതാണ്. ഗ്രോസ് നെറ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആലോചിക്കും സാധനം കണ്ടിട്ടില്ലോ, എന്നാൽ അങ്ങനെ സാധനം ഇല്ല. അത് കൊമേഴ്സിൽ നമ്മൾ എക്കണോമിയിൽ യൂസ് ചെയ്യാത്തൊരു ടേമാണ്. അത് വെറുതെ കൺഫ്യൂസിംഗ് ആയിട്ട് തന്നിരിക്കുന്നതാണ് അല്ലേ. സോ GNP എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? ഗ്രോസ് നെറ്റ് പ്രൊഡക്റ്റ് അല്ല, ഇറ്റ് ഈസ് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ആണ് അല്ലെ. ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ആണ്. സോ നമ്മൾ ടോട്ടൽ എന്താണ്, നമ്മുടെ ഒരു എക്കണോമിയുടെ ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു കൺട്രിക്കകത്ത് എത്രത്തോളം പ്രൊഡക്ഷൻ നടക്കുന്നു, അല്ലെങ്കിൽ ഒരു കൺട്രിക്കകത്ത് നടക്കുന്ന പ്രൊഡക്ഷന്റെ ടോട്ടൽ വാല്യൂ, അതാണ് നമ്മൾ അതിന്റെ സൈസ് എന്ന് പറയുന്നത്. അവിടെ ഇപ്പോൾ ഇന്ത്യൻ എക്കണോമിയുടെ സൈസ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ എത്രത്തോളം പ്രൊഡക്ഷൻ നടക്കുന്നു, ഇന്ത്യയിൽ നടക്കുന്ന പ്രൊഡക്ഷൻ എത്രയാണ്, അതിന്റെ ടോട്ടൽ വാല്യൂ എത്രയാണ്, അതാണ് ഇന്ത്യയുടെ ടോട്ടൽ സൈസ് എന്ന് പറയുന്നത്, ഇന്ത്യൻ എക്കണോമിയുടെ ടോട്ടൽ സൈസ് എന്ന് പറയുന്നത് അല്ലേ. സോ അങ്ങനെ ഒരു കൺട്രിക്ക് അകത്ത് തന്നെ നടക്കുന്ന ടോട്ടൽ പ്രൊഡക്ഷന്റെ വാല്യൂസിനെ നമ്മൾ എന്തെന്ന് പറയും? GDP എന്ന് പറയും. GDP എന്ന് പറയും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇറ്റ് ഈസ് എ വാല്യൂ ഓഫ് ടോട്ടൽ വാല്യൂ ഓഫ് പ്രൊഡക്ഷൻ വിത്തിൻ എ കൺട്രി. ഒരു കൺട്രിയുടെ ബൗണ്ടറിക്കുള്ളിൽ തന്നെ നടക്കുന്ന പ്രൊഡക്ഷൻ, അതിനെയാണ് അല്ലെ. അതിപ്പോൾ ഒരെണ്ണം കൂടെ പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും എന്താണ് ഡിഫറൻസ് എന്നുള്ളത്. ഒരു കൺട്രിക്ക് അകത്ത് തന്നെ നടക്കുന്ന പ്രൊഡക്ഷന്റെ അതിന്റെ ടോട്ടൽ വാല്യൂവിനെ നമ്മൾ എന്തെന്ന് പറയും? GDP എന്ന് പറയും. GDP എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ എന്താണ് NDP? നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ കിട്ടുന്ന GDP ഉണ്ടല്ലോ, ടോട്ടൽ വാല്യൂ, പ്രൊഡക്ഷന്റെ ടോട്ടൽ വാല്യൂ ആണ്. അപ്പൊ ഈ പ്രൊഡക്ഷന്റെ ടോട്ടൽ വാല്യൂവിൽ നിന്ന് നമ്മുടെ പ്രൊഡക്ഷൻ ആക്ടിവിറ്റിയിൽ ഉണ്ടാകുന്ന ഡിപ്രീസിയേഷൻസിനെ, അതായത് നഷ്ടമുണ്ടാക്കുന്ന ഫാക്ടേഴ്സിനെ, അതിനെ കുറയ്ക്കുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. അതാണ് GNP എന്ന് പറയുന്നത് അല്ലെ. GDP എന്ന് പറയുമ്പോൾ ടോട്ടൽ പ്രൊഡക്ഷൻ വാല്യൂ ആണ്. ആ പ്രൊഡക്ഷൻ വാല്യൂവിൽ നമുക്ക് പ്രൊഡക്ഷൻ ടൈമിലുണ്ടായ, ആ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിലുണ്ടായ നഷ്ടങ്ങൾ, അതാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ GDPയിൽ നിന്ന് ആ ഡിപ്രീസിയേഷൻ അങ്ങ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? NDP കിട്ടും. സോ GDP മൈനസ് ഡിപ്രീസിയേഷൻ ആണ് നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, NDP എന്ന് പറയുന്നത്. GNP ഇല്ല, പകരം ഞാൻ പറഞ്ഞു എന്താണ്? ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ആണ് എന്ന് ഞാൻ പറഞ്ഞു അല്ലെ. ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. ഇനി എന്താണ് ഈ GNP എന്ന് പറയുമ്പോൾ? ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ വിത്ത് ഇൻ എ കൺട്രി എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഒരു കൺട്രിയുടെ അകത്ത് നടക്കുന്ന ആ കൺട്രിയുടെ ടോട്ടൽ പ്രൊഡക്ഷൻ. ഇവിടെ പറയുമ്പോൾ എന്താണ്? കൺട്രിയുടെ പ്രൊഡക്ഷൻ തന്നെയാണ്, പക്ഷെ എന്ത് മെൻഷൻ ചെയ്യുന്നില്ല? ലൊക്കേഷൻ മെൻഷൻ ചെയ്യുന്നില്ല. അതായത് നിങ്ങൾ ഇന്ത്യക്കാരനാണോ അത് മാത്രം മതി. നമ്മൾ പറഞ്ഞില്ലേ GDP എന്ന് പറയുമ്പോൾ വിത്ത് ഇൻ എ കൺട്രീസ് ബൗണ്ടറി ആണ്. അവിടെ നിങ്ങൾ റഷ്യയിലിരുന്നോ അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ഈ പറഞ്ഞിട്ട് അമേരിക്കയിൽ ഇരുന്ന് നടന്ന പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസിന്റെ വാല്യൂ എവിടെ ആഡ് ചെയ്യുന്നില്ല? GDPയിൽ ആഡ് ചെയ്യുന്നില്ല. പക്ഷെ അത് എവിടെ ആഡ് ചെയ്യും? GNP, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റിൽ ആഡ് ചെയ്യും അല്ലെ. നിങ്ങൾ എവിടെ ഇരുന്ന് വർക്ക് ചെയ്താലും നിങ്ങൾ ഇന്ത്യൻ ആണ്, ഇവിടെ ലൊക്കേഷനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നില്ല. നിങ്ങൾ ടോട്ടലായിട്ട് ഈ ഒരു വാല്യൂയിലേക്ക് നടക്കുന്ന കോൺട്രിബ്യൂഷൻ എത്രയാണെന്നുള്ളത് മാത്രമേ അവിടെ എന്ത് ചെയ്യുന്നുള്ളൂ? കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ. അതാണ് വ്യത്യാസം. GDPയിൽ വിത്തിൻ കൺട്രി, ഇന്ത്യക്ക് അകത്ത് നടക്കുന്നതാണ്. GNP എന്ന് പറയുമ്പോൾ എവിടെ വെച്ചാലും നടക്കുന്ന പ്രൊഡക്ഷൻ, പക്ഷേ ഇത് ഇന്ത്യൻ എക്കണോമിയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ആൻഡ് NNP എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം പറഞ്ഞാൽ ഈ GNPയിൽ നിന്നും ഡിപ്രീസിയേഷൻ കുറയ്ക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? GNPയിൽ നിന്നും ഡിപ്രീസിയേഷൻ കുറയ്ക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? NNP എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് GNP മൈനസ് ഡിപ്രീസിയേഷൻ. എല്ലാം പലപ്പോഴും നമുക്കറിയാലോ ഫേവറേറ്റ് ടോപ്പിക്സ് ആണ്. നമ്മൾ ഏത് കോമ്പറ്റേറ്റീവ് എക്സാംസ് എടുത്താലും നമ്മുടെ SSC ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈവൻ UPSC ആയിക്കോട്ടെ, എക്കണോമിക്സിൽ നിന്നും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ നമ്മുടെ ഈ GNPയും GDPയും ഇതൊക്കെ തന്നെയാണ്. ഫേവറേറ്റ് ടോപ്പിക്സ് ആണ്. എത്ര കഴിഞ്ഞാലും ഇത് എന്ത് ചെയ്യാൻ പറഞ്ഞില്ല, ഇതിനോടുള്ള ഇൻട്രസ്റ്റ് മാറാൻ പോകില്ല. കാരണം എന്താണ്? നമ്മൾ എത്ര പഠിച്ചാലും കുറച്ച് അവിടെ ഇവിടെയും കൺഫ്യൂഷൻ വരുന്നതാണ്. പക്ഷെ റിപ്പീറ്റ് ആയിട്ട് പഠിച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഓർഡറിൽ പഠിക്കുക. GDP NDP കണക്ട് ചെയ്യുക, അതുപോലെ GNP NNP എന്ത് ചെയ്യുക? കണക്ട് ചെയ്ത് പഠിക്കുക അല്ലെ. GNP NNP കണക്ട് ചെയ്ത് പഠിക്കുക. ഈ NDP GDP അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്നേ ഉള്ളൂ. ഗ്രോസ് വരുമ്പോഴത്തേക്ക് രണ്ടും ടോട്ടൽ ഇൻകം ആണ്. ആൻഡ് നെറ്റ് ഡൊമസ്റ്റിക് അല്ലെങ്കിൽ നാഷണൽ നെറ്റ്, ഈ നെറ്റ് എന്നുള്ള സാധനം വരുമ്പോഴത്തേക്ക് അവിടെ എന്താണ്? ഡിപ്രീസിയേഷൻ കൂടെ കുറച്ചുള്ള ഐറ്റം ആണ്. അങ്ങനെ ആലോചിച്ചാൽ മതി. ഇത് D എന്ന് പറയുമ്പോഴത്തേക്ക് GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ്. ഈ ഡൊമസ്റ്റിക് എന്ന് പറയുമ്പോൾ തന്നെ അത് വെച്ച് ഓർത്തൂടെ. ഡൊമസ്റ്റിക് എന്ന് പറയുമ്പോൾ എന്താണ്? ഇന്ത്യക്ക് അകത്ത് തന്നെ വിത്തിൻ അല്ലെ, വിത്തിൻ എ ബൗണ്ടറി എന്ന് പറയുന്നതാണ് ഡൊമസ്റ്റിക് എന്ന് പറയുമ്പോൾ. അപ്പൊ ഡൊമസ്റ്റിക് വരുന്നതുകൊണ്ട് അവിടെ ബൗണ്ടറി ലൊക്കേഷൻ ഇന്ത്യക്ക് അകത്ത് തന്നെ നടക്കുന്ന പ്രൊഡക്ഷൻ ആണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? ഓർക്കുക. സെറ്റ് അല്ലേ? യെസ്. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ് ഇത്. ഈ പറഞ്ഞിരിക്കുന്ന 4 ടേംസിൽ നിന്നൊക്കെ ഏത് വേണമെങ്കിലും മാറ്റിയും തിരിച്ചും പലപ്പോഴും നിങ്ങൾക്ക് എന്ത് വരാം? ക്വസ്റ്റ്യൻസ് വരാം. ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ D ആണ്. അപ്പൊ അടുത്ത ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് വാട്ട് വാസ് ദ GDP ഓഫ് ഇന്ത്യ? അത് ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്ന ടൈമിൽ ഇന്ത്യയുടെ GDP എത്രയായിരുന്നു? അത്രേ ഉള്ളൂ ക്വസ്റ്റ്യൻ.
ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്ന ടൈമിൽ അറിയാമല്ലോ, ആ ഒരു ടൈമിൽ അത്ര 270 ലാക്ക് 270 ലാക്ക് ഒക്കെ വരുമോ? ഇല്ല, അതൊക്കെ കഴിഞ്ഞ വർഷമായിരിക്കും ആവുന്നത് അല്ലെ, കഴിഞ്ഞ വർഷമൊക്കെയാണ് അത്ര ആവുന്നത്. അതൊക്കെ പോട്ടെ, ആദ്യം കളയുക. 1 ലാക്ക് ആണോ 2.7 ലാക്ക് ആണോ ഓർ 27 ലാക്ക് ആണോ? ഓർത്തിരിക്കുക, ഓപ്ഷൻ സി 2.7 ലാക്ക് ക്രോർ കേട്ടോ. അതിനകത്ത് നമ്മൾ കൂടുതൽ പഠിക്കാനൊന്നുമില്ല. ഇൻഡിപെൻഡൻസ് കിട്ടുന്ന ടൈമിൽ ഇന്ത്യയുടെ എന്താണ്, ഇൻഡിപെൻഡൻസ് കിട്ടുന്ന ടൈമിൽ ഇന്ത്യയുടെ ടോട്ടൽ GDP എന്ന് പറയുന്നത് എത്രയാണ്? 2.7 ലാക്ക് ക്രോർ ആണ്. അപ്പൊ ആ GDP ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ പറഞ്ഞ 5 ഇയർ പ്ലാൻസും പ്ലാനിംഗ് കമ്മീഷനും എല്ലാം വന്നിട്ട് ഓരോരോ എക്കണോമിക് പോളിസീസ് ഒക്കെ ഓരോ തവണയായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടേ വന്നതല്ലേ. അങ്ങനെ ടോട്ടൽ 12 5 ഇയർ പ്ലാൻസ് നമ്മൾ കൊണ്ടുവന്നു. എക്കണോമി ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഇപ്പൊ എത്രയാണ് എത്തിയിരിക്കുന്നത്? അതിന് ഐഡിയ ലാസ്റ്റ് നമ്മുടെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന GDP എന്ന് പറയുന്നത് എത്രയാണ്? ഇറ്റ് ഈസ് 330.8 ലാക്ക് ക്രോർ ആണ്. 330.8 ലാക്ക് ക്രോർ ആണ് എന്തെന്ന് പറയുന്നത് ഇന്ത്യയുടെ കറന്റ് GDP എന്ന് പറയുന്നത് കേട്ടോ. സോ 2.7 നിന്നും എവിടേക്ക് എത്തി എന്നുള്ളത് നോക്കിയേ. ഇതാണ് ഇന്ത്യൻ എക്കണോമിയുടെ ഡെവലപ്മെന്റ് അല്ലെ. ഇപ്പൊ GDP എത്രയാണെന്നുള്ളത് കറന്റ് GDP ലാസ്റ്റ് മെഷർ ചെയ്തു. പക്ഷേ നിങ്ങൾ കാണാൻ ഞാൻ പറയില്ല, ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ലാസ്റ്റ് നിങ്ങൾ എക്സാംസിനൊക്കെ പോകുന്ന ടൈമിൽ എത്രയാണെന്നുള്ളത് ലാസ്റ്റ് ഒന്ന് ഫൈനലായിട്ട് നോക്കി വെച്ചേക്കാം. ഓക്കെ, കറന്റ് 330.8 ലാക്ക് ആണ്. 330.8 ലാക്ക് ആണ് എന്നുള്ളത് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഓക്കെ, സോ നമുക്ക് ഒന്നും കൂടെ നോക്കാം. അപ്പോൾ ആൻസർ എത്രയാണ്? 2.7 ലാക്ക് ആണ്. സ്വാതന്ത്ര്യത്തിന്റെ സമയത്ത് 2.7 ലാക്ക് ആണ്. ഓക്കെ, അടുത്ത വരുമ്പോൾ ഇതൊരു സിമ്പിൾ ക്വസ്റ്റൻ ആണ്. About 85% of the Indian population of colonial India was dependent on which of the following sectors of economy? കൊളോണിയൽ ഇന്ത്യയിൽ ഇന്ത്യൻ പോപ്പുലേഷന്റെ 85%ഉം ഏത് സെക്ടറിലായിരുന്നു കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിരുന്നത്? അറിയാം, ഇന്ത്യയുടെ എക്കണോമിയെ തന്നെ നമ്മൾ ഈ ഒരു പേരിലായിരുന്നു എന്ന് പറയുന്നത്. ഇന്ത്യ മിക്സഡ് എക്കണോമി ആവുന്നതിന് മുൻപ് എന്തായിരുന്നു? ഇന്ത്യ ഒരു മിക്സഡ് എക്കണോമി എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് മാറുന്നതിന് മുമ്പ് നമുക്ക് അറിയാം, ഇറ്റ് വാസ് ആൻ അഗ്രീറിയൻ എക്കണോമി അല്ലേ. അഗ്രീറിയൻ എക്കണോമി ആയിരുന്നില്ലേ ഇന്ത്യ? സോ ഏതിന് തന്നെ ആയിരുന്നു ഇമ്പോർട്ടൻസ് ആ ഒരു കൊളോണിയൽ ടൈം പീരീഡിൽ? ഓഫ് കോഴ്സ് അഗ്രികൾച്ചർ. ഓപ്ഷൻ സി ആണ്. ഓക്കെ, സിമ്പിൾ ആണെന്ന് പറഞ്ഞാൽ കളയണ്ട, POQ ആണ്, ലാസ്റ്റ് എക്സാംസിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. സോ എന്താണ്? അഗ്രികൾച്ചർ ആണ് കേട്ടോ, അഗ്രികൾച്ചർ ആണ്. ഇറ്റ് ഈസ് അഗ്രികൾച്ചർ. അത് കൂടുതൽ ഡെഫിനിഷൻസ് ഉണ്ടല്ലോ, അറിയാവുന്നതാണ്. ബട്ട് സ്റ്റിൽ POQ ആയതുകൊണ്ട് എന്താണ് ആഡ് ചെയ്തതാണ്, അറിയാമല്ലോ. അപ്പൊ അഗ്രികൾച്ചറിലാണ് കൂടുതൽ പേരും എന്ത് ചെയ്യുന്നത്, വന്നിരുന്നത് ഓർക്കുക. ആൻഡ് വി ഹാവ് വർക്കേഴ്സ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സെക്ടേഴ്സ് പ്രൊഡ്യൂസ് ഗുഡ്സ് ദാറ്റ് ആർ നോട്ട് ടെർഷ്യറി. അതായത് ഈ പറഞ്ഞിരിക്കുന്നതിൽ എന്താണ്, ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏത് സെക്ടറിൽ? ഒന്നുമില്ല, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടെർഷ്യറി സെക്ടർ എന്നുള്ളേ ഉള്ളൂ ക്വസ്റ്റ്യൻ. ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് ടെർഷ്യറി സെക്ടറിൽ പെടാത്തത്? ക്വസ്റ്റ്യൻ വേറൊരു പാറ്റേണിൽ തന്നിരിക്കുന്നുള്ളേ ഉള്ളൂ. വർക്കേഴ്സ് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സെക്ടേഴ്സ് പ്രൊഡ്യൂസ് ഗുഡ്സ് ദാറ്റ് ആർ നോട്ട് ടെർഷ്യറി. താഴെ തന്നിരിക്കുന്ന പ്രൊഡക്ട്സ് എന്താണ് ഓപ്ഷൻസിൽ ആരാണ് ഈ പറയുന്നത് ടെർഷ്യറി സെക്ടറിലെ പ്രൊഡക്ട്സ് വരാത്തത് ആരാണ്? ടെർഷ്യറി സെക്ടറിലെ പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാത്തത് ആരാണ്? അല്ലെങ്കിൽ ആ ഫീൽഡിൽ വർക്ക് ചെയ്യാത്ത ആരാണെന്നുള്ളത്. വിച്ച് മീൻസ് എന്താണ് താഴെ തന്നിരിക്കുന്ന ഈ 4 ഓപ്ഷൻസിൽ എന്ത് ടെർഷ്യറി സെക്ടർ അല്ലാത്ത ഏത് എന്നുള്ളത് മാത്രമാണ് ക്വസ്റ്റ്യൻ. അറിയാലോ, സെക്ടേഴ്സ് ഓഫ് എക്കണോമി ഓൾവേസ് നിങ്ങൾക്ക് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ് സെക്ടേഴ്സ് ഓഫ് എക്കണോമി. ആദ്യം തന്നെ കേട്ടോ, ആകെ എത്ര സെക്ടേഴ്സ് ഉണ്ട്? 3 സെക്ടേഴ്സ് ഉണ്ട്, പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, ഈ പ്രൈമറി സെക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ എന്ത് വരും? ഡയറക്റ്റ് നാച്ചുറലിൽ നിന്നുള്ള എക്സ്ട്രാക്ഷൻസും കാര്യങ്ങളും എല്ലാം നമുക്ക് ഏതിൽ വരും? പ്രൈമറിയിൽ വരും അല്ലെ, പ്രൈമറിയിൽ വരും. അതായത് നമ്മൾ ഈ പറയുന്ന പോലെ റോ മെറ്റീരിയൽസ് കൂടുതൽ കിട്ടുന്ന എവിടെ നിന്നാണ്? പ്രൈമറി സെക്ടറിലാണ്. മീൻസ് പ്രകൃതിയിൽ നിന്ന് ഡയറക്റ്റ് മൈനിങ് ഏതിൽ വരും? പ്രൈമറിയിൽ വരും. അഗ്രികൾച്ചർ ഏതിൽ വരും? ഇത് പ്രൈമറിയിൽ വരും. ആനിമൽ ഹസ്ബൻഡറി ഏത് വരും? മീൻസ് ഡയറക്റ്റ് ആയിട്ട് നാച്ചുറൽ റിസോഴ്സസിനെ എക്സ്ട്രാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നാച്ചുറൽ റിസോഴ്സിനായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് നടക്കുന്നത് അല്ലേ. ദെൻ അതിൽ നിന്ന് കിട്ടുന്ന നാച്ചുറൽ ആ പ്രൈമറി സെക്ടറിൽ നിന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ഒരുപാട് റോ മെറ്റീരിയൽസ് കിട്ടും. അത് നമുക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതിനെ ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ആക്കി മാറ്റണം, അതിനെ മാനുഫാക്ചർ ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ പ്രോസസ്സ് ചെയ്യണം. അതാണ് സെക്കൻഡറിയിൽ നടക്കുന്നത് അല്ലെ. അവിടെ നടക്കുന്ന സെക്കൻഡറി പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് കൂടുതൽ നടക്കുന്നത് എവിടെയാണ്? സെക്കൻഡറി സെക്ടറിലാണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ രണ്ടിടത്തും പ്രൊഡക്ട്സ് ആണ്. ഇനി നമുക്ക് എക്കണോമിയിൽ പ്രൊഡക്ട്സ് മാത്രം മതിയോ? ഈ പ്രൊഡക്ട്സിന്റെ പ്രൊഡക്ഷൻ കൃത്യമായിട്ട് ആണെങ്കിൽ കൃത്യമായിട്ടുള്ള സർവീസസും വേണ്ടേ? പ്രോപ്പർ ബാങ്കിങ് വേണം, ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് വേണം, ഇൻഷുറൻസ് വേണം. ഇതൊക്കെ നമുക്ക് ഏതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം? ടെർഷ്യറിയിൽ ഇൻക്ലൂഡ് ചെയ്യാം. സോ ഇവിടെ കൂടുതലും സർവീസസ് ആണ് വരുന്നത്. സർവീസസ് എന്ന് പറയുമ്പോൾ അറിയാലോ, അതിന്റെ ഫിസിക്കൽ ഫോം ഇല്ല, നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാനേ പറ്റൂ. ബാങ്കിങ് ഫിസിക്കൽ ഫോം ഉണ്ടോ? ഇല്ല, പക്ഷെ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാം അല്ലെ. എക്സ്പീരിയൻസ് ചെയ്യാം. നമ്മുടെ ഗുഡ്സ് എല്ലാം കയ്യിൽ കിട്ടുന്നുണ്ടോ? കയ്യിൽ ഫിസിക്കൽ ഫോമിൽ ഇല്ല, പക്ഷെ നമുക്കത് എന്ത് ചെയ്യാം? എക്സ്പീരിയൻസ് ചെയ്യാം. എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? നമ്മളെ പഠിപ്പിക്കുക എന്നുള്ളൊരു സർവീസ് ആണ്, ഒരു പ്രൊഡക്റ്റ് ആണോ? അല്ല, നമുക്ക് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് കിട്ടുന്നില്ല അല്ലെ, നമ്മളെ പഠിപ്പിക്കുക. അവരെ ആ ഒരു സർവീസ്, ഒരു ഡോക്ടറിന്റെ ട്രീറ്റ്മെന്റ് ഒരു സർവീസ് ആണ് അല്ലേ. സോ ഈ സർവീസസ് എല്ലാം നമുക്ക് ഏതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം? ടെർഷ്യറിയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അവിടെ പ്രൊഡക്ട്സ് ഒന്നും വരില്ല. ഓക്കെ, പ്രൈമറി എന്ന് പറയുമ്പോൾ അഗ്രികൾച്ചർ സെക്ടർ, സെക്കൻഡറി ഇൻഡസ്ട്രിയൽ സെക്ടർ, ടെർഷ്യറി സർവീസ് സെക്ടർ, അങ്ങനെ നമ്മൾ പറയാറുണ്ടല്ലേ. അഗ്രികൾച്ചറൽ സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ, ഇത് സർവീസ് സെക്ടർ. അപ്പോൾ ടെർഷ്യറി സെക്ടർ ഇല്ലാത്തതാണ് ചോദ്യം. സിമ്പിൾ. ഈ തന്നിരിക്കുന്നതിൽ സർവീസസ് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ അതെല്ലാം ഏതിലായിരിക്കും? ടെർഷ്യറിയിലായിരിക്കും. ബാക്കി നമുക്ക് ഏതിലും വരും?
ബാക്കി നമുക്ക് അല്ലാത്ത കണ്ടുപിടിക്കാം. കമ്മ്യൂണിക്കേഷൻ ഫിസിക്കൽ ഫോം ഉണ്ടോ? ഇല്ല. സോ ഓഫ് കോഴ്സ് എന്താണ്? സർവീസ് സെക്ടർ ആണ്. അതല്ല, സർവീസ് സെക്ടർ ആണ്. ദെൻ ഇവിടെ എന്താണ്? ടെർഷ്യറി ട്രാൻസ്പോർട്ട് ഫിസിക്കൽ ഫോം ഉണ്ടോ? ബസ് നമ്മൾ വീട്ടിൽ കൊണ്ടുപോകണോ? അല്ല, ബസ്സിൽ നമ്മളെ ആവശ്യമുള്ളത് കൊണ്ട് ഇറക്കുകയാണ്. അതൊരു സർവീസ് ആണ്. സോ അതും എന്താണ്? ടെർഷ്യറി സെക്ടറിലല്ലേ വരിക. ദെൻ ബാങ്കിങ് സർവീസ് അല്ലേ? ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സോ ഷുഗർ മിൽസിൽ എന്താണ് ചെയ്യുന്നത്? പ്രൈമറി സെക്ടറിൽ എക്സ്ട്രാക്ട് ചെയ്യുന്ന ഷുഗർ കെയിൻ എടുത്തിട്ട് പ്രോസസ് ചെയ്തിട്ട് എന്താക്കി മാറ്റുന്നു? ഷുഗർ ആക്കി മാറ്റുന്നു, ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നു. ഏതിൽ വരും? സെക്കൻഡറി സെക്ടർ ആണ് അല്ലെ? ഇൻഡസ്ട്രി ആണ്. സെക്കൻഡറി സെക്ടറിൽ വരും. ക്ലിയർ? ഓക്കെ ആണോ? സെറ്റ് അല്ലേ? യെസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടതെന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തിരിക്കുക. ആൻഡ് പെട്ടെന്ന് രണ്ടെണ്ണം കൂടെ നോക്കുക. സോ ഇവിടെ വരുന്നത് എന്താണ്? വിച്ച് ഓഫ് ദ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഇവിടെ വരുന്ന ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഏതൊക്കെയാണെന്നുള്ളതാണ് നെക്സ്റ്റ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇവിടെ വന്നിരിക്കുന്നത് അല്ലെ? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഏതൊക്കെയാണെന്നുള്ള പെട്ടെന്ന് നോക്കിയാൽ ഇറ്റ് ഈസ് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓണ്ടർപ്രണർഷിപ്പ് ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. ഇതെല്ലാം എന്താണ്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. വിച്ച് മീൻസ് ഒരു പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള ഫാക്ടേഴ്സ് മെയിൻ ആയിട്ട് വേണ്ട എന്തൊക്കെയാണ്? ലാൻഡ്, അതിൽ വരുന്ന റോ മെറ്റീരിയൽസ്, ബാക്കി സാധനങ്ങളെല്ലാം നമുക്ക് ഏതിനകത്ത് ആഡ് ചെയ്യാം? ലാൻഡിൽ നമുക്ക് ആഡ് ചെയ്യാം. ആൻഡ് ലേബർ എന്ന് പറയുമ്പോൾ എന്താണ്? ലേബർ എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ് ആണ്. ക്യാപിറ്റലും ഓണ്ടർപ്രണർഷിപ്പും ആണ് എന്ത് ചെയ്യേണ്ടത്? അതിന്റെ കൂടെ ആഡ് ചെയ്യേണ്ടത്. ദെൻ നമുക്ക് എന്തും വരുന്നുണ്ട് ഇവിടെ? ക്യാപിറ്റൽ വരുന്ന അറിയാലോ, അതിനകത്ത് ഇത് ചെയ്യുന്ന ഇതാണ് ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുമ്പോൾ അതിന്റെ എന്താണ്? ഓർഗനൈസേഷൻ ആണ്. ഓർഗനൈസേഷൻ. ഈ ബാക്കി ഫാക്ടേഴ്സിൽ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന ഇൻവെസ്റ്റ്മെന്റ്, ഗുഡ്സ് എല്ലാം വരും. ലേബർ അറിയാലോ, അതിന്റെ പിന്നിലുള്ള ഹ്യൂമൻ എഫേർട്ട്. ലേബർ എന്ന് പറയുമ്പോൾ അവിടുത്തെ ഹ്യൂമൻ എഫേർട്ട്. അപ്പൊ ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. ആൻഡ് ഒരെണ്ണം കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇൻ വിച്ച് ഇയർ ദി RRB ആക്ട് വാസ് പാസ്ഡ്? റീജിയണൽ റൂറൽ ബാങ്ക് ആക്ട് പാസ് ചെയ്ത ഇയർ ഏതാണ് എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. RRB ആക്ട് പാസ് ചെയ്തത് ഓർത്തിരിക്കുക. RRB വന്ന ഇയർ എന്ന് പറയുന്നത് 1976 ആണ് കേട്ടോ. 1976 എന്ത് വരുന്നത്? RRBs വരുന്നത്. RRB ആക്ട് പാസ് ചെയ്യുന്നത്. അതിനാൽ ബാക്കി കുറച്ച് ഇമ്പോർട്ടന്റ് ഇയേഴ്സും കൂടെ നോക്കാമല്ലോ. സോ നെക്സ്റ്റ് നമുക്ക് വരുന്നത് എന്താണ്? നബാർഡ് ആണ്. നബാർഡ് വരുന്നുണ്ട്. അപ്പൊ നബാർഡ് വരുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് എന്ത് വരും? നബാർഡിന്റെ ഇയർ എന്ന് പറയുന്നത് 1982 ആണ്. 1982 ആണ് നബാർഡിന്റെ ഇയർ വരുന്നത് കേട്ടോ. അപ്പൊ നബാർഡിന്റെ ഇയർ വരുന്നതൊക്കെ ഏതാണ്? 1982 ഏത് നിലവിൽ വരുന്നത്? നബാർഡ് കേട്ടോ. നബാർഡ് നിലവിൽ വരുന്നത് 1982. അപ്പൊ നബാർഡ് എന്ത് വരുന്നു? 1982 വരുന്നു. ദെൻ നമുക്ക് വരുന്നതാണ് പിന്നെ ആ ഒരു ഓർഡർ നമുക്ക് അറിയാമല്ലോ. ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് അറിയുന്ന RBI ആയിരിക്കും. RBIയുടെ ഇയർ എന്ന് പറയുന്നത് ഏതാണ്? RBI ഏത് ഇയറിലാണ്? 1935 ഏത് വരുന്നത്? RBI വരുന്നത്. RBI വരുന്ന ഏത് ഇയറിലാണ്? 1935. നബാർഡ് 1982. ദെൻ നമ്മൾ ഈ പറഞ്ഞ RRB ഏത് ഇയർ ആണ്? 1976. 1976. ഇത്രയും കാര്യങ്ങൾ അവിടെ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ നമുക്ക് കുറച്ച് ബാങ്കുകളും കൂടെ വേറെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട്. ഏതൊക്കെ വരുന്നുണ്ട്? നമ്മൾ ഈ പറയുന്ന പോലെ സെബി, അതുപോലെ സിഡ്ബി ഒക്കെ എല്ലാത്തിന്റെയും ഇയേഴ്സ് നിങ്ങൾ എന്ത് നോട്ടിരിക്കുക. ബട്ട് സ്റ്റിൽ ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന 3 ഇയേഴ്സ് ഏതൊക്കെയാണ്? ഇതൊക്കെയാണ്. ഒന്ന് വായിച്ചിരിക്കട്ടെ. RRB, നബാർഡ് ഒക്കെ എന്ത് ചെയ്യുക? പഠിച്ചിരിക്കുക. അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ പറയുന്ന പോലെ എന്താണ് നമ്മുടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എക്സാംസിങ് അടുത്തെത്താറായി. റിവിഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ ഓൾറെഡി PYQs പ്രാക്ടീസസും കാര്യങ്ങളും എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ ടൈമാണ്. സോ എന്ത് ചെയ്യുക? വായിക്കുക. PYQs പ്രാക്ടീസ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് എന്ത് ചെയ്യുക? സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ വെറുതെ പഠിച്ചുകൊണ്ട് മാത്രം ഇരിക്കുക എന്നുള്ളതല്ല. ടോപ്പിക്സ് കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും അത് പാരലായിട്ട് പോകുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ PYQs എന്ത് ചെയ്യുക? അറ്റൻഡ് ചെയ്യാനായിട്ടും അത് മാക്സിമം എഴുതാനായിട്ടും എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. അതിനകത്ത് ഇനി യാതൊരു ഉഴപ്പോ മടിയോ കാര്യങ്ങളോ ഒന്നും കാണിക്കരുത്. അതിനകത്ത് ഇനി ഒരു കൺഫ്യൂഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവരുത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഇനിയും അങ്ങോട്ട് എന്താണ് കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എല്ലാമായിട്ട് നമ്മൾ വരും അല്ലെ. ഓരോ സബ്ജക്ട്സിന്റെയും ഇമ്പോർട്ടന്റ് PYQs എല്ലാം ഡിസ്കസ് ചെയ്യും. അതെല്ലാം കൃത്യമായിട്ട് കാണുക, ഫോളോ ചെയ്യുക. സോ ബാക്കി നമുക്ക് അപ്കമിങ് വീഡിയോസിൽ കാണാം. സി യു. സോ ടാറ്റ. ബൈ ബൈ.